പോവാണ് മുസ്ലിംകുട്ടി വഴി. ഇപ്പൊ ഫോറസ്റ്റ് ഏരിയ ആണ്. മൃഗങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളാകെ കുറച്ച് മാന് ആനയൊക്കെയാണ് കണ്ടത്. ഒരൊറ്റ മൈൻഡിൽ ട്രിപ്പ് ഉണ്ടായതാണ്, വിചാരിച്ചതല്ല. പരിശോനെ നമുക്ക് ഫുള്ള് ട്രോളന്മാരാണ്. ചെയ്ത് നിർത്ത് പറയാന് രാത്രി പോന്നതാണ്. നമ്മൾ നല്ലൊരു മാനിനെ കണ്ടു കളയാം. അടിപൊളിയില്ലേ? ചിമ്മി ഒരു ഹായ് പറഞ്ഞോക്ക്. മാനേ ഹായ്. ആശാനോടെ നോക്കി നിക്കാണ്. ഒരുപാട് മാനുകൾ, ഒരുപാട് മാനുകൾ. സൂപ്പർ. നല്ല അടിപൊളിയാണ് നടക്കുന്നത്. ഇപ്പൊ ഇവരൊക്കെ ഒന്ന് അടങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ക്യാമറ ഓൺ ആക്കിയാൽ മതി. ഒരുത്തരൂടെ തന്തമായി പഠിച്ചാണ്. ഡ്രൈവർക്ക് പനിയാണ്, നമ്മളെ ഡ്രൈവർക്ക് പനിയാണ്. നമ്മളെ മുണ്ടുമാണ് ഡ്രൈവർ. ഒന്ന് കൊടുക്ക സംഗതി പൈപ്പാണ്. പൊടിക്കും കൂടി ഒരു മൃഗങ്ങൾ ഉൾക്കാട് ഉൾക്കാട് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ മാനിനെങ്കിലും കണ്ടിരുന്നു. ഇപ്പൊ ആരും കാണാനില്ല. എത്താൻ എത്ര ഉണ്ട്? ചെറിയൊരു ചൊരാണ്, ചൊരം. ഊട്ടി എത്താനായി. ബാക്കിൽ വരുമ്പോഴേക്കും നമ്മളങ്ങനെ ഊട്ടി എത്തിയിട്ടുണ്ട്. നല്ല വൈബുണ്ട്. നമ്മളിവിടെ ഊട്ടിയിൽ ക്യാറ്റ് തോട്ടത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ റൂമൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഒക്കെ നോക്കിയിട്ട് വേണം. പെട്ടെന്ന് ഒറ്റ മൈൻഡ് ട്രിപ്പ് ആയതുകൊണ്ട്. നിങ്ങളൊക്കെ എങ്ങോട്ടൊക്കെ പോയി? അല്ല, ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ചില്ലായിട്ട് ആനൊന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടേ? കാക്കു ഫ്രണ്ട്സിൻ്റെ കൂടെ വേറെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ബ്രദറിനെ കൂട്ടിയിട്ട് പോകുന്നതാണ്. മക്കളാണെങ്കിൽ ഒറ്റക്കാലിൽ നിൽക്കുകയാണ്, ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ വാഗണറിലാണ്. നമ്മളെ കൂടെ വേറെ ഒരു ടീമും കൂടി ഉണ്ട്. അവർ മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകണേ നമ്മൾ വെറുതെ ജസ്റ്റ് ഇതിങ്ങനെ ക്യാരറ്റ് തോട്ടമാണ്. ബാക്കി കാഴ്ചകളൊക്കെ ഇങ്ങനെ വഴിയേ വരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിനെ കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഈ ചാനലിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ചിലപ്പോൾ അത് വൈറ്റ് കളറിലും കാണാൻ പറ്റും. അതുപോലെ മെറ്റീരിയൽസൊക്കെ വേണ്ടവർക്ക് മെസ്സേജ് അയക്കാം. ഇനി നാളെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്.
കിടിലൻ വ്യൂ സ്പോട്ടാണ്. അടിപൊളി. ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട്. ഇതിൽപ്പെട്ട ഒരു വ്യൂ പോയിന്റ് ആണ്. കാണാൻ തന്നെ നല്ല വ്യൂ. ആ പാട്ട് ഓഫാക്കുക. അങ്ങനെ നമ്മള് ഊട്ടിയിലെത്തി. ഊട്ടിയിലെ സ്ഥലങ്ങളെക്കാളും ഭംഗി ഊട്ടിയിലേക്കുള്ള യാത്രയാണ് സത്യം പറഞ്ഞത്. എവിടെ നോക്കിയാലും കാഴ്ചകൾ കാണാൻ മാത്രമുണ്ട്. ഒരുപാട് സ്പോട്ടുകളുണ്ട്. സ്പോട്ടുകൾ ഇങ്ങനെ തപ്പി ഇറങ്ങുകയാണ്. കൺഫ്യൂഷനായി മൊത്തത്തില്. ഊട്ടിയിൽ വന്നിട്ട് ഇത്ര സമയം കഴിഞ്ഞ് കണ്ടിരുന്നത് പൊലം വെയിലായിരുന്നു. ഇപ്പൊ ദാ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഊട്ടിയോട് ബൈ ബൈ പറയാണ്. ഇനി നേരെ വയനാട് പിടിക്കാണ്. ഊട്ടിയിൽ വന്നിട്ട് കണ്ടതൊക്കെ നല്ല വെയിലായിരുന്നു. നമ്മുടെ നാട്ടിലെ വെയിലെന്ന് വന്നിട്ട് ഇതൊക്കെ നാട്ടിൽ നിന്ന് കണ്ടാൽ പോരെന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ കോട ഇറങ്ങി തുടങ്ങി. ആ നോക്ക് സെറ്റ്. നല്ല തണുപ്പ്. എത്ര നേരം വെയില് വെയില് എന്ന് പറഞ്ഞില്ലൊക്കെ കൊടകൊടാന്ന് പറഞ്ഞ നല്ല ദൂരം കുട്ടികൾ തോന്നി. വന്നപ്പോൾ ഒരു ഭാഗം മുഴുവനും വെയില്, ഒരു ഭാഗം മുഴുവനും കോട. അപ്പൊ നമ്മളെ കമ്പം കഴിക്കാതിരിക്കുന്നത്. കഴിക്കാതിരുന്നാല് കഴിച്ചിട്ട് ഊട്ടി പോയാതിരുന്നാല് ഊട്ടിയിൽ വന്നാൽ കമ്പം കഴിക്കാതെ പോകാൻ പാടില്ല. അതുപോലെ പിന്നെ നൂഡിൽസ് ഭയങ്കര രസമാണ്. അപ്പോൾ അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ്. കുതിരസവാരിക്കൊക്കെ ഉള്ള വകുപ്പുണ്ട് ഇവിടെ. കുതിരകളുണ്ട്. ഇതാ കുഞ്ഞൻ കുരങ്ങൻ.
നമ്മളെ കണ്ട് വന്നതായിരുന്നു. വന്ന വൈക്കന്നെ ഓടി. പേരുണ്ട് ഇവിടെ സവാരി ചെയ്യാന്ന് വിചാരിച്ചു. അതാ ഒരുപാട് കുതിരകളൊക്കെ ഉണ്ട് ഇവിടെ. ഒന്നിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ആശാ തട്ടിയിടുമോയെന്ന് അറിയില്ല. അതുകൊണ്ട് പേടിച്ചങ്ങനെ നിൽക്കുകയാണ്. അയ്യോ കുത്തർ നോക്കണില്ല. ഒരു സെൽഫി എടുക്കാന്ന് വെച്ചിട്ട് നമ്മളെ കൂടെ നമ്മളെ അസിസ്റ്റന്റ് നമ്മളെ ചുമ്മിക്കുട്ടിയുണ്ട്. കണ്ടാണ്ടേ ഇവിടെ നിന്നു ചുമ്മിയ ചവിട്ടും അമ്മോ വർഗച്ചന്മാരുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഷൂട്ടിംഗ് സ്പോട്ട്. മുട്ടക്കുള്ള ഇറങ്ങിയിട്ടില്ല. ഭയങ്കര തിരക്കുമാണ് ഒന്നും ഇങ്ങോട്ട് നോക്കിക്കണി അമ്മ. ചാണകപോത്ത് കറിയാ സാധാ പോത്താണ്. ചെറിയൊരു ഷോട്ട് അടിപൊളി. അപ്പോൾ നമ്മൾ ഊട്ടിയോട് വിട പറയുകയാണ്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. താങ്ക്